ചെല്ലാനം മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. ഇന്ന് കൊച്ചിയിൽ അലയടിച്ച് കേൾക്കുന്ന ഒരു പേരാണ്. V4 പീപ്പിൾ പാർട്ടിയുടെ അമരക്കാരനും കൊച്ചി നിയോജക മണ്ഡലത്തിൽ V4നെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുമായ നിപുൺ ചെറിയാൻ സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം സാർ, നമ്മൾ ചെല്ലാനത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു മീഡിയ ആയതുകൊണ്ട് തന്നെ ചെല്ലാനത്തിനെ സംബന്ധിച്ചതായിരിക്കും നമ്മളുടെ ചോദ്യങ്ങളും സംബന്ധിച്ച് വരുന്ന എല്ലാ ചോദ്യങ്ങളും അത്തരം രീതിയിലായിരിക്കും. ചെല്ലാനത്തിനെ സംബന്ധിച്ചുള്ളതായിരിക്കും. ഇപ്പോൾ ചെല്ലാനത്തെ V4 കാണുന്ന രാഷ്ട്രീയ സാഹചര്യം എന്താണെന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. കൊച്ചി കോർപ്പറേഷൻ്റെ ഭാഗമായ കൊച്ചി മണ്ഡലത്തിലെ കോർപ്പറേഷൻ ഡിവിഷനുകളടങ്ങുന്ന ചരിത്രമുറങ്ങുന്ന കൊച്ചി നേരിടുന്ന ഒരു അവഗണനയുണ്ട്. അതിലും രൂക്ഷമായ അവഗണനയാണ് ചെല്ലാനത്തെ ജനങ്ങൾ പതിറ്റാണ്ടുകളായി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കടൽഭിത്തിയുമായിട്ട് ബന്ധപ്പെട്ട്, കടൽ കയറ്റമായിട്ട് ബന്ധപ്പെട്ട് ചെല്ലാനത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകാൻ മാറി മാറി ഭരിച്ചിട്ടുള്ള സർക്കാരുകൾക്ക് പതിറ്റാണ്ടുകളായി സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെല്ലാനത്തെ രാഷ്ട്രീയ സാഹചര്യം പുതിയ നവരാഷ്ട്രീയ മുന്നേറ്റങ്ങളെ അനുകൂലിച്ചുകൊണ്ട് പരമ്പരാഗത രാഷ്ട്രീയ സംസ്കാരവും രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളോട് കാണിക്കുന്ന അവഗണന അത് അവസാനിപ്പിക്കുന്നതിന് അനുകൂലമായ ഒരു സാഹചര്യം ചെല്ലാനത്തും ഉണ്ട്. സർ, നമ്മളിപ്പോൾ ചെല്ലാനത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് കടൽക്ഷോഭം എന്ന ഒരു പ്രകൃതി ദുരന്തത്തെ തന്നെയാണ്. സർ, അതിനായി പരിഹാരമാർഗമായി കാണുന്നത് എന്തായിരിക്കും? ചെല്ലാനം അനുഭവിക്കുന്ന കടൽക്ഷോഭം അല്ലെങ്കിൽ കടൽ കയറ്റം ഒരു പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത് ശരിയല്ല. അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ചെല്ലാനത്തെ വിദഗ്ധർ മനസ്സിലാക്കിയെടുത്തോളം, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ആ പോർട്ടിൻ്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് അന്ന് കൊച്ചി രാജാവും പോർട്ട് നിർമ്മിച്ച ബ്രിട്ടീഷ് എഞ്ചിനീയർമാരും അടക്കമുള്ള ആളുകൾ വിലയിരുത്തിയിട്ടുള്ള പല പ്രശ്നങ്ങളിൽ നിന്ന് അന്ന് നടപ്പിലാക്കേണ്ട പല പുലിമുട്ട് നിർമ്മാണങ്ങളിൽ നിന്ന് തുടങ്ങി അതിനുശേഷം ഇവിടെ നിർമ്മിച്ചിരുന്ന കടൽഭിത്തിയുടെ ശോചനീയാവസ്ഥ, 100 മീറ്റർ കൂടുമ്പോൾ പടിഞ്ഞാട്ടേക്ക് പുലിമുട്ടുകൾ ചെല്ലാനം തീരത്തുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അതിനുശേഷം അതിനെ പരിപൂർണമായിട്ട് അവഗണിക്കപ്പെട്ടു. അപ്പോൾ ഇതൊരു മാൻമെയ്ഡ് ഡിസാസ്റ്ററാണ് ഇന്ന് ചെല്ലാനം തീരത്ത് നമ്മൾ അനുഭവിക്കുന്നത്. അതിൽ ഇടപെടാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് അത് ഇടപെട്ടുകൊണ്ട് വിവിധ സർക്കാർ വകുപ്പുകൾ, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും പോർട്ട് ട്രസ്റ്റ് ആണെങ്കിലും റവന്യൂ വകുപ്പാണെങ്കിലും വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ മേധാവികളുടെയും എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഏകോപനം ഉറപ്പുവരുത്തിക്കൊണ്ട് സർക്കാർ സംവിധാനത്തിൽ ഇതിനെക്കുറിച്ചൊരു വ്യക്തത വരുത്തിക്കൊണ്ട് കാര്യങ്ങൾ ഈ ചെല്ലാനം ഹാർബർ തുടങ്ങി നമ്മുടെ ദ്രോണാചാര്യ വരെയുള്ള 18 കിലോമീറ്റർ കടൽഭിത്തിയും പുലിമുട്ടും നിർമ്മിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകാനായിട്ട് ജനപ്രതിനിധികൾക്ക് സാധിച്ചിട്ടില്ല. അവിടെ V4ന് ഇടപെടാൻ പറ്റും, V4ൻ്റെ MLAക്ക് ഇടപെടാൻ പറ്റും. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഈ ഡെവിൾ ഇസ് ഇൻ ദ ഡീറ്റെയിൽസ് എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ വിശദാംശങ്ങൾ വളരെ പ്രസക്തമാണ്. ഇവിടുത്തെ വിശദാംശങ്ങൾ സംസ്ഥാന കേന്ദ്ര സർക്കാർ തലങ്ങൾ, കാരണം ഇന്ത്യയുടെ തന്നെ ഇതൊരു ചെല്ലാനത്തിൻ്റെ മാത്രം വിഷയം അല്ല, ഇത് കേരളത്തിൻ്റെ തീരവും ഇന്ത്യയുടെ തീരവും നഷ്ടപ്പെട്ടു പോകുന്ന വിഷയമാണ്. അവിടെ ശക്തമായിട്ട് ഇടപെടാൻ V4 പീപ്പിൾ പാർട്ടിക്കും V4ൻ്റെ MLAക്കും സാധിക്കും. നിലവിലിപ്പോൾ ചെല്ലാനം ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് CRZ നിയമങ്ങളുടെ നിയന്ത്രണം. ഇതിനോടുള്ള V4ൻ്റെ നിലപാട് എന്താണ്? CRZ നിയമങ്ങൾ ചെല്ലാനത്താണെങ്കിലും കൊച്ചിയിലാണെങ്കിലും എറണാകുളം ജില്ലയിലാണെങ്കിലും ഉപയോഗിക്കുന്നത് ഇവിടുത്തെ തദ്ദേശവാസികൾ, പതിറ്റാണ്ടുകളായി ഇവിടെ താമസിക്കുന്ന ആളുകളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്കും വൻകിട ബിൽഡിങ്ങുകളും കെട്ടിപ്പടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമം തെറ്റായി ഉപയോഗിക്കുന്നു എന്നാണ് V4 വിലയിരുത്തിയിട്ടുള്ളത്. കാരണം അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. സാധാരണക്കാരന് ഒന്ന് വീട് പുതുക്കി പണിയാനോ ഒരു വീട് വയ്ക്കാനോ ഒരു ടോയ്ലറ്റ് കെട്ടാനോ ഉള്ള അനുമതി പഞ്ചായത്താണെങ്കിലും കോർപ്പറേഷനാണെങ്കിലും നിഷേധിക്കുകയും, പക്ഷേ വൻകിട പദ്ധതികൾക്ക്, വൻകിട റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്ക് ഈ തീരദേശ പരിപാലന നിയമങ്ങളെല്ലാം അട്ടിമറിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡി, ഇപ്പോൾ പഞ്ചായത്താണെങ്കിലും കോർപ്പറേഷനിലാണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളാണെങ്കിലും ഒരുക്കി കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒന്ന്, ഈ തീരദേശ പരിപാലന നിയമങ്ങൾ തന്നെ പല വിധത്തിൽ ജനങ്ങൾക്ക് അനുകൂലമായി മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. രണ്ട്, ഇതിൻ്റെ പ്രയോഗം, ഇപ്പോൾ നിലനിൽക്കുന്ന പ്രയോഗം തന്നെ
വളച്ചൊടിച്ചുകൊണ്ട് ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിൽ V4 പീപ്പിൾ പാർട്ടി ശക്തമായിട്ട് ഇടപെടും. അങ്ങനെ ഇടപെടാനുള്ള നിയമവശങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ നിയമവശങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് ഇപ്പോഴത്തെ ജനപ്രതിനിധികളും സർക്കാർ സംവിധാനങ്ങളും പിന്നോക്കം നിൽക്കുകയാണ്. അത് റിയൽ എസ്റ്റേറ്റ് മാഫിയനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. പുറത്തുനിന്ന് വരുന്ന സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ നാട്ടുകാരെ, നമ്മളുടെ തീരദേശത്തെ ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ ചെറുക്കും. V4 പീപ്പിൾ പാർട്ടി ശക്തമായിട്ട് ചെറുക്കും. താങ്കൾ ചെല്ലാനത്ത് ഏതെല്ലാം മേഖലയിലാണ് വികസനങ്ങളെ നോക്കിക്കാണുന്നത്? അതിനെല്ലാം വെക്കുന്ന ഒരു പ്രതിവിധി എന്തായിരിക്കും? ചെല്ലാനത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ തീർച്ചയായും മത്സ്യമേഖലയിൽ കൊണ്ടുവരേണ്ട വികസനങ്ങൾ അതിന് പ്രത്യേകത അർഹിക്കുന്നുണ്ട്. അതൊന്ന്. രണ്ടാമത്, ചെല്ലാനം പടിഞ്ഞാറ് വശത്ത് കടലും കിഴക്ക് വശത്ത് നമ്മളുടെ കായലുമായിട്ടുള്ള ഇത്രയും ഭംഗിയുള്ള ഒരു പ്രദേശം വളരെ ചുരുക്കമാണ് ലോകത്ത് തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ചെല്ലാനത്തിന് അനുയോജ്യമായ, അവിടുത്തെ ജനങ്ങൾക്ക് വരുമാനം ലഭിക്കുന്ന രീതിയിൽ അനുയോജ്യമായ ടൂറിസം പദ്ധതികൾ, പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ടൂറിസം പദ്ധതികൾ സാധ്യമാണ്. ഫോർട്ട് കൊച്ചിയുടെ അടുത്ത് കിടക്കുന്ന ചെല്ലാനത്തിൻ്റെ ടൂറിസം സാധ്യതകൾ വിനിയോഗിച്ചതായി കാണുന്നില്ല. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വികസനം ചെല്ലാനത്ത് കൊണ്ടുവരേണ്ടത് അവിടുത്തെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ടൂറിസം പദ്ധതികളാണ്. മൂന്നാമത് മറ്റൊരു കാര്യം, അവിടുത്തെ യുവാക്കൾ ഇപ്പോൾ ഫുട്ബോൾ ക്ലബ്ബുകളുണ്ട്. അവിടുത്തെ യുവാക്കൾ പലരും സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന പ്ലേയേഴ്സ് ഉണ്ട്. അവിടുത്തെ യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള കായിക രംഗത്തുള്ള വികസന പദ്ധതികൾ അവിടെ ആവിഷ്കരിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഈ വികസനം പ്രവർത്തികൾക്ക് കൂടാണ്ട് തന്നെ അടിസ്ഥാന സൗകര്യ വികസനം ചെല്ലാനത്ത് പ്രത്യേക ശ്രദ്ധ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പാർട്ടിയാണ് V4. കൊച്ചി മണ്ഡലത്തിലെ സാധ്യത എങ്ങനെ നോക്കിക്കാണും? കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷനിൽ 10.2%, 22,000 വോട്ട് നേടിയാണ് V4 കൊച്ചി മുന്നേറിയത്. അപ്പോൾ ഭൂരിഭാഗം 59 കോർപ്പറേഷൻ വാർഡുകളിലാണ് V4 കൊച്ചി മത്സരിച്ചത്. ഇതിൽ ഭൂരിഭാഗം വാർഡുകളിലും 2 ആഴ്ചത്തെ പ്രചരണ പരിപാടികളാണ് V4 കൊച്ചിക്ക് നടത്താൻ സാധിച്ചത്. നിങ്ങൾക്കറിയാവുന്ന പോലെ V4 കൊച്ചി രൂപീകരിക്കപ്പെട്ടത് തന്നെ സെപ്റ്റംബർ 2020 അപ്പോൾ 2 തുടങ്ങി 3 മാസം വരെയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് V4 കൊച്ചിയെ വിലയിരുത്താൻ സമയം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ മാസങ്ങൾ കടന്നു പോകുന്തോറും V4 പീപ്പിൾ പാർട്ടിയായിട്ട് രൂപീകരിച്ചിരിക്കുന്നു. പല വിഷയങ്ങളിലും നമ്മളെടുക്കുന്ന നിലപാട് ജനങ്ങൾക്ക് വ്യക്തത വരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് V4 പീപ്പിൾ പാർട്ടിയെ വളരെ ഡീപ്പായിട്ട് വിലയിരുത്താനുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 22,000 പേര് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മാൻഡേറ്റ് അത് മുന്നോട്ട് കൊണ്ടുപോകാനും വലിയ തോതിൽ ജനപിന്തുണയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. V4 കൊച്ചിയുടെ പ്രവർത്തനം നടക്കുമ്പോൾ തന്നെ കുമ്പളങ്ങി അടക്കമുള്ള സ്ഥലങ്ങളിൽ V4ൻ്റെ സെല്ലുകൾ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അന്ന് തെരഞ്ഞെടുപ്പിലേക്ക് കടന്നില്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കൊച്ചി മണ്ഡലത്തിൽ ഞങ്ങൾ കൃത്യമായ വിജയസാധ്യത കാണുന്നുണ്ട്. മത്സ്യമേഖലയിലേറെ ചൂഷണം നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ചെല്ലാനത്തെ മത്സ്യത്തൊഴിലാളികളോട് താങ്കൾക്ക് എന്താണ് സംവദിക്കാനുള്ളത്? ചെല്ലാനത്തെ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന വിഷയങ്ങൾ, അത് ഒന്ന് മത്സ്യമേഖലയിൽ നേരിടുന്ന ഈ പറഞ്ഞ പോലെയുള്ള ചൂഷണങ്ങൾ, ഇത് മറികടക്കണമെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെതിരെ പ്രതിരോധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് വന്ന സംസ്ഥാന സർക്കാർ, പിണറായി സർക്കാർ EMCC എന്ന അമേരിക്കൻ കമ്പനിയുമായിട്ടുള്ള ഒരു കരാറുണ്ടാക്കാൻ ശ്രമിച്ചതും മത്സ്യമേഖല വിദേശ കമ്പനികൾക്ക് കൊള്ളയടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതും നമ്മൾ ഇതിനെതിരെ ജാഗരൂകരായിരിക്കണം, പ്രതിരോധിക്കണം എന്നുള്ള വലിയൊരു സൂചനയാണ് നമുക്കുള്ളത്. അപ്പോൾ മത്സ്യമേഖലയിൽ കൊണ്ടുവരേണ്ട വികസനങ്ങൾ, സാങ്കേതികവിദ്യ കൊണ്ട് മത്സ്യമേഖലയിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ, ഇത് നമുക്കെല്ലാവർക്കും കൂടിയാലോചിച്ച് മത്സ്യമേഖലയിലുള്ളവരെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കുന്ന വിധത്തിൽ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ധാരാളം V4 പീപ്പിൾ പാർട്ടിക്ക് ധാരാളം കോൺട്രിബ്യൂഷൻസ് നടത്താൻ പറ്റും. എനിക്ക് പ്രത്യേകം ചൂണ്ടിക്കാണിക്കാനുള്ളത്, കർഷക ബില്ലിൽ കേന്ദ്ര സർക്കാർ എങ്ങനെയാണോ കർഷകരിൽ നിന്ന് അവരുടെ ജീവിതമാർഗങ്ങളും വിളവുകളും
കമ്പനികൾക്ക്, കുത്തക കമ്പനികൾക്ക് കൈമാറ്റം ചെയ്യാൻ ശ്രമിച്ചത്, അതേ രീതിയിലുള്ള ശ്രമങ്ങളാണ് മത്സ്യമേഖലയിൽ പിണറായി വിജയൻ സർക്കാർ നടപ്പിലാക്കാനായിട്ട് ധാരണാപത്രം വെച്ചിരിക്കുന്നത്. അതിനെതിരെ നമ്മൾ ശക്തമായി ഇടപെടേണ്ടതുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇന്നത്തെ ആധുനിക യുഗത്തിൽ, ഡിജിറ്റൽ യുഗത്തിൻ്റെ ഗുണങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് മത്സ്യത്തൊഴിലാളികൾക്ക് ഗുണപ്രദമായ രീതിയിൽ അത് അവതരിപ്പിക്കണം. ഇപ്പോൾ കേന്ദ്ര സർക്കാരാണെങ്കിലും ഡിജിറ്റൽ യുഗത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അതിലെ സാധ്യതകൾ നടപ്പിലാക്കുമ്പോൾ അത് കർഷകർക്കോ മത്സ്യത്തൊഴിലാളികൾക്കോ അല്ല അതിൻ്റെ ഗുണം ലഭിക്കുന്നത്. അത് വിദേശ കമ്പനികൾക്കടക്കമുള്ള കുത്തക കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കാണ് അതിൻ്റെ ഗുണങ്ങൾ പോകുന്നത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ആധുനികവൽക്കരണം നടപ്പിലാക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യമേഖലയിലെ ആളുകൾക്കും ഗുണം ലഭിക്കുന്ന വിധത്തിലാണ് നമുക്ക് ആവിഷ്കരിക്കേണ്ടത്. അതിന് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട്. സർ, നമ്മളുടെ ചെല്ലാനത്തെ നിരവധി കുടുംബങ്ങൾ നേരിടുന്ന ഒരു വലിയ മറ്റൊരു പ്രശ്നമാണ് ഓരുവെള്ളക്കയറ്റം എന്ന് പറയുന്നത്. അത് അവിടുത്തെ മത്സ്യകൃഷി ബന്ധപ്പെട്ടായിട്ടായാലും പുഴകളുടെ എക്കൽ മാറ്റം ചെയ്യാത്തതിൻ്റെ എല്ലാം ആണ് അതിൻ്റെ ദുരിതമാണ് ഈ ഓരുവെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. ഇതിനെ മുന്നോട്ട് വെക്കുന്ന ആശയവും പരിഹാരവും എന്തായിരിക്കും? ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മളുടെ കൊച്ചി മേഖലയിലെ കനാലുകളും തോടുകളെ കുറിച്ചുള്ള ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിപ്പോർട്ട് കാണുകയുണ്ടായി. ആ റിപ്പോർട്ടിൽ കൃത്യമായി അതിൻ്റെ ബന്ധപ്പെട്ട സ്കെച്ചുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഹൈക്കോടതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിൽ ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന റിപ്പോർട്ടാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. നമ്മുടെ ഈ മേഖലയിൽ കനാലുകളും തോടുകൾ അടക്കം ബ്ലോക്ക്ഡായിട്ട് കിടക്കുന്ന, പല സ്ഥലങ്ങളിലും ബ്ലോക്ക്ഡായിട്ട് കിടക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ബ്ലോക്കേഡ്സ് ഒക്കെ മാറ്റുകയും അത്തരം കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് ചെയ്യേണ്ട പല മെയിൻ്റനൻസ് വർക്കുകളും, നമ്മളൊരു കാര്യം മനസ്സിലാക്കി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം റോഡ് വഴിയുള്ള ഗതാഗതം കാര്യങ്ങൾക്കൊക്കെ മാറിപ്പോൾ ഈ വാട്ടർ വേസിനെയും വാട്ടർ ബോഡീസിനെയും നിഗ്ലക്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ഇത് പല രീതിയിലും ഈ വേലിയേറ്റത്തിനും ഓരുവെള്ളം കയറുന്ന പല പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലും തദ്ദേശീയമായ നോളജിൻ്റെ അടിസ്ഥാനത്തിലും അവിടെ V4 പീപ്പിൾ പാർട്ടി പറയുന്ന അധികാരം ജനങ്ങളിലേക്ക് എന്നുള്ള മുദ്രാവാക്യം വളരെ പ്രസക്തമാണ്. ഭരണപ്രക്രിയയിൽ ജനപങ്കാളിത്തം കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം. അപ്പോൾ ഇത്തരം സ്പെസിഫിക് ആയിട്ടുള്ള വിഷയങ്ങളിൽ ഈ ഭരണപ്രക്രിയയിലുള്ള ജനപങ്കാളിത്തം വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അപ്പോൾ ഈ പ്രക്രിയയിൽ ജനങ്ങളെ പങ്കാളികളാക്കിക്കൊണ്ട് ഇവിടുത്തെ വേലിയേറ്റമാണെങ്കിൽ ഓരുവെള്ളം കയറുന്ന വിഷയങ്ങളാണ് തദ്ദേശീയമായ വിജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് മുൻകാലങ്ങളിൽ നടപ്പിലാക്കിയ രീതികളും ആധുനികമായ പല സൊല്യൂഷൻസും നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കും. ബേസിക്കലി കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ ചെയ്യേണ്ട മെയിൻ്റനൻസ് വർക്കുകൾ റെഗുലറായിട്ട് ചെയ്യേണ്ട, ഇപ്പോൾ കനാലുകളുടെ കാര്യങ്ങളാണെങ്കിലും തോടുകളുടെ കാര്യങ്ങളാണെങ്കിലും ചെയ്യേണ്ട മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ കടൽ ഭിത്തിയുടെ കാര്യം ആണെങ്കിലും നമ്മൾ അതാണ് കാണുന്നത്. അതെല്ലാം റിവൈവ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യ പടിയായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. ഇത് കൂടാണ്ട് ഇപ്പോൾ നമുക്കറിയാം, നെതർലാൻഡ്സിൽ ഒരു കാലത്ത് ഡച്ചുകാരിവിടെ ഉണ്ടായിരുന്നു. നെതർലാൻഡ്സൊക്കെ ഈ വാട്ടർ മാനേജ്മെൻറ്റിൽ എക്സ്പേർട്സ് ആണ്. ഇവിടുത്തെ ഹൈഡ്രോളജി സ്റ്റഡി നടത്തിയിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ മാൻമെയ്ഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള കനാൽ നെറ്റ്വർക്കുകളെല്ലാം ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇവിടുത്തെ നമ്മളെ വാട്ടർ മാനേജ്മെൻറ്റ്, ഒരു വശത്ത് കടൽ, മറുവശത്ത് കായൽ, ഇതിൻ്റെ ഹൈഡ്രോളജി പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്ത് വാട്ടർ മാനേജ്മെൻറ്റ് പദ്ധതികൾ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ നടപ്പിലാക്കാൻ പറ്റും. അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പേർട്ടൈസ് നമ്മളുടെ ഈ ലോകത്തുണ്ട്. അത് മുൻപ് ഡച്ചുകാർ കൊച്ചിയിലടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രയോഗിച്ചതിൻ്റെ പല ഉദാഹരണങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊന്നും പഠിക്കാനായിട്ട് നെതർലാൻഡിൽ ട്രിപ്പ് നടത്തേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിക്കോ ചീഫ് സെക്രട്ടറിക്കോ കൊച്ചിയിലൊക്കെയുള്ള പഴയ ഡച്ച് എഞ്ചിനീയറിംഗ് വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് എക്സാമ്പിൾസ് പഠിച്ചാൽ തന്നെ നമുക്ക് കാര്യമായിട്ടുള്ള മുന്നേറ്റം അതിൽ നടത്താൻ സാധിക്കും. വളരെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇനി വരുന്നത്. കാരണം നമ്മുടെ ഇപ്പോൾ കൊച്ചി നിയോജക മണ്ഡലത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജനങ്ങൾ പറയുന്ന ഒരു സംശയങ്ങളും അവരുടെ ഒരു സാധാരണക്കാരുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമാന ചിന്താഗതിയിലുള്ള കുറേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന് തന്നെ പറയാം നമുക്ക് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് V4, 2020 കിഴക്കമ്പലം, 2020 ചെല്ലാനം. അപ്പോൾ ഇവയെല്ലാം 1 India 1 പെൻഷൻ അങ്ങനെയുള്ള സംഘടനകൾ, ഇവയെല്ലാം ഒരേ ആശയത്തിൻ്റെ പുറത്താണ് ശരിക്കും പറഞ്ഞാൽ നിലനിന്നുകൊണ്ട് പോകുന്നത്.
പക്ഷെ എന്തുകൊണ്ടാണ് ഈ ആശയങ്ങളെല്ലാം കൂടി ഒരുമിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു ഏക സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലേക്ക് വരാതെ നമ്മളിങ്ങനെ വിഘടിച്ച് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരേ ആശയം എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥ, രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവന്ന് ജനങ്ങളിലേക്ക് വികസനം എത്തിക്കുക, ഇതാണ് നമ്മൾ ഒരേ ആശയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഉണ്ടാക്കണമെങ്കിൽ ഈ ആശയം നിലനിർത്തിക്കൊണ്ടു പോകണം. ഈ ആശയം നിലനിർത്തിക്കൊണ്ടു പോകണമെങ്കിൽ അതിനനുസൃതമായ നിലപാടെടുക്കണം. ഇപ്പോൾ V4 പീപ്പിൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം V4 കൊച്ചി എന്ന പേരിൽ തുടങ്ങി ഇപ്പോൾ നിലനിൽക്കുമ്പോഴും വളരെ കൃത്യമായ നിലപാട് തെരഞ്ഞെടുപ്പിന് മുമ്പോ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിലോ തെരഞ്ഞെടുപ്പിന് ശേഷമോ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടി മുന്നണികളായ UDF, LDF, NDAയോ അല്ലെങ്കിൽ അതിനെ നേതൃത്വം കൊടുക്കുന്ന അതിൻ്റെ ഭാഗമായ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് യാതൊരു വിധത്തിലുള്ള നീക്കുപോക്കുകളും ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൽ നിന്നുള്ളൊരു മാറ്റം തന്നെയാണ്. അപ്പോൾ അതിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഈ അധികാരത്തിന് വേണ്ടി മുന്നണികളുടെ ഭാഗമാവുകയും മുന്നണികളുമായിട്ട് നീക്കുപോക്കുകൾ ഉണ്ടാക്കുന്ന പരമ്പരാഗത രാഷ്ട്രീയ സംസ്കാരമായിട്ട് V4 പീപ്പിൾ പാർട്ടിക്ക് ഒരു കാരണവശാലും ഒത്തുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ നിലപാട് വളരെ പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇടത്തോട്ടുമില്ല, വലത്തോട്ടുമില്ല, NDAയിലേക്കുമില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് V4 പീപ്പിൾ പാർട്ടി പരസ്യമായ നിലപാടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടത്തോട്ടുമില്ല, വലത്തോട്ടുമില്ല എന്ന് മാത്രമല്ല, 3 മുന്നണികളുമായിട്ട് ചേർന്ന് പോവില്ല. അത് തെരഞ്ഞെടുപ്പിന് മുൻപ്, തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ, തെരഞ്ഞെടുപ്പിന് ശേഷവും എങ്ങനെയെങ്കിലും അധികാരത്തിൻ്റെ ഭാഗമാവുകയോ അതിൽ പങ്കുവെച്ചവടക്കാരാവുക എന്നുള്ളൊരു താല്പര്യമേ V4 പീപ്പിൾ പാർട്ടിക്കില്ല. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ആത്മാർത്ഥമായിട്ട് ഈ ആശയത്തോടും ഈ നിലപാടിനോടും ഉറച്ചു നിൽക്കുന്ന ജനകീയ മുന്നേറ്റങ്ങളുമായി കൂടി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഞങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യം, V4 കൊച്ചി രൂപീകരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഇത്തരം ജനകീയ മുന്നേറ്റങ്ങളിലേക്ക് പല രീതിയിലുള്ള നുഴഞ്ഞുകയറ്റങ്ങൾ ഉണ്ടാവും. ഈ പറഞ്ഞ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നാവാം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്ന മറ്റു ചില സാമ്പത്തിക രാഷ്ട്രീയ താല്പര്യങ്ങളാവാം. അപ്പോൾ ഇത്തരം കടന്നുകയറ്റങ്ങൾ, നുഴഞ്ഞുകയറ്റങ്ങൾ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ V4 പീപ്പിൾ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഉണ്ടാക്കാൻ സാധിക്കാത്തവരിൽ പലരും നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഈ വരുന്ന തിരഞ്ഞെടുപ്പ് തീർത്തും വ്യത്യസ്തമാണ്. കഴിഞ്ഞ കാലയളവിലുള്ള പോലെ ഒരു ത്രികോണ മത്സരമോ അല്ലെങ്കിൽ ഒരു രണ്ടുപേര് തമ്മിലുള്ളൊരു മത്സരമൊന്നും അല്ല നമുക്ക് ഈ വരുന്നത്. ഒരു 3 നാഷണൽ പാർട്ടികളും 2020യും ഇങ്ങനെ വരുന്നു. ഇതിൻ്റെ ഒപ്പം V4 വരികയാണ്. എത്രത്തോളം നമ്മൾ പ്രതീക്ഷ വെക്കുന്നു? കൊച്ചി മണ്ഡലത്തിൽ 15% താഴെയാണ് ആളുകൾ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടി പോളറൈസേഷൻ്റെ ഭാഗമായിട്ട് ഐദർ CPM അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി സ്ഥിരം വോട്ട് ചെയ്യുന്ന 15% താഴെ ആളുകളുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിയെയും മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിക്കൊണ്ടായിരിക്കും ആളുകൾ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സിറ്റിംഗ് MLA ആയ KJ മാക്സിയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കറിയാം. അയാൾ എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല എന്ന് ജനങ്ങൾക്കറിയാം. ഇവിടുത്തെ മുൻ മേയറായിരുന്ന ടോണി ചെമ്മണിയാണ് UDFൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം എന്ത് ചെയ്തു, മേയറായിരിക്കും എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല എന്ന് ജനങ്ങൾക്കറിയാം. BJPയെ ജനങ്ങൾ എങ്ങനെ കാണുന്നു നമുക്ക് വ്യക്തമാണ്. 2020 കിഴക്കമ്പലം എന്ത് ചെയ്തു എന്നുള്ളതും അവർക്ക് എന്ത് പ്രസക്തി ഇവിടെ ഉണ്ടെന്നുള്ളത് കാര്യം ജനങ്ങൾക്ക് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കൊച്ചി മണ്ഡലത്തിൽ V4 പീപ്പിൾ പാർട്ടി കഴിഞ്ഞ കാലയളവിൽ നടത്തിയ പ്രവർത്തനങ്ങളും V4 പീപ്പിൾ പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും എല്ലാം വിലയിരുത്തിക്കൊണ്ട് ഇവിടെ കൃത്യമായൊരു വിജയസാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഒരു ജനകീയ മുന്നേറ്റം വഴി ഒരു മാറ്റം, കേരളത്തിലാകെ അലയടിക്കേണ്ട ഒരു മാറ്റം കൊച്ചിയിൽ തുടങ്ങണം എന്നുള്ള കൊച്ചിയിലെ ജനങ്ങളുടെ താല്പര്യം വളരെ വ്യക്തമാണ്. ഇവിടെ സിറ്റിംഗ് MLAയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് പുതിയ ജനകീയ MLA ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ചൂടേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ വേളയിൽ ഇന്നിപ്പോൾ രാത്രി പോസ്റ്റർ ഒട്ടിച്ചിട്ട് വന്നിട്ടാണ് നമുക്ക് ഈ ഇൻ്റർവ്യൂ വരുന്നത്. ഇത്രയും സമയം നമ്മൾക്ക് വേണ്ടി, ചെല്ലാനം മീഡിയയ്ക്ക് വേണ്ടിയും ചെല്ലാനത്തെ പ്രദേശവാസികൾക്കും വേണ്ടി ഇത്ര സമയം ഞങ്ങൾക്ക് അനുവദിച്ചു തന്നതിന് ചെല്ലാനം മീഡിയയുടെയും ചെല്ലാനത്തെ പ്രദേശവാസികളുടെയും നന്ദി അറിയിക്കുകയാണ്. നന്ദി. എല്ലാ വിജയാശംസകളും.